ഹലോ, ഞാൻ നജീബ്. നമുക്ക് ഐഫോണിൽ നമ്മൾക്ക് എങ്ങനെ ഫോട്ടോസും വീഡിയോസുകളും ലോക്ക് ചെയ്ത് വെക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൽ ഐഫോൺ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയറാണ് നമ്മളതിന് ചെയ്യേണ്ടത്. നമ്മൾ ഈ നോട്ട്സ് എന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസാണ് വരുന്നത്. ഇവിടെ അടിയിലായി ന്യൂ ഫോൾഡർ എന്നുള്ളൊരു ഇത് കാണാം. നമുക്ക് നോ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ന്യൂ ഫോൾഡറിലേക്ക് ഒരു നെയിം നമുക്ക് കൊടുക്കണം. ഇവിടെ ഒരു താങ്ക്സ് എന്നുള്ളൊരു ഫോൾഡർ നെയിം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നു. നമുക്ക് പിന്നെ ഫോൾഡർ നമ്മൾ തുറക്കാം. പിന്നെ അതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഇൻ്റർഫേസാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾക്കൊരു പെൻസിൽ ഐക്കൺ കാണാം. ആ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾക്ക് ഒരു സൈഡിൽ പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഒരു ക്യാമറ ചിഹ്നം കാണാം. ക്യാമറ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ എടുത്ത് ഫോട്ടോ സെലക്ട് ചെയ്യണോ ഇല്ലെങ്കിൽ ഗാലറിയിൽ എടുത്ത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോ ചോയ്സ് ചെയ്ത് ചെയ്ത ശേഷം മേലുള്ള ഡണ്ണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലോക്ക് നോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മളോട് എൻ്റർ പാസ്വേഡും ചോദിക്കുന്നുണ്ട്. നമ്മളെ ഫിംഗർ പ്രിൻറ്റും ചോദിക്കുന്നു. ഞാൻ ഫിംഗർ പ്രിൻറ്റ് ഓൾറെഡി ഇതാക്കി വെച്ചുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ലോക്കായി. ലോക്കാണെങ്കിൽ പിന്നെ ഇവിടെ മേലെ കാണുന്ന ലോക്ക് എന്ന ചിഹ്നത്തിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഇത് ലോക്കായി. ഇപ്പോൾ ഇത് ലോക്ക് തുറക്കണമെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ മേലെയുള്ള ലോക്ക് എന്ന ഇതിലേക്ക് പ്രസ് ചെയ്യാം. നമ്മളെ ഫിംഗർ വെച്ച് കൊടുക്കാം. ലോക്കായി. ഇത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടുന്ന് നമ്മൾ ലോക്ക് ചെയ്യണം. എന്നെങ്കിലേ ലോക്കാവില്ല. ലോക്കാവില്ല. ഇതും ഗാലറിയിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഡിലീറ്റ് ചെയ്താലും ഇവിടെ ഈ ഫോൾഡറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ.